സർ, യഥാർത്ഥത്തിൽ സാറ് പ്രഡിക്റ്റ് ചെയ്ത ഇലക്ഷൻ ഫലത്തിന് സാമാന്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഫലമാണ് ടുഡേസ് ചാണക്യ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കാര്യം മാത്രമേ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. സാർ അത് BJPക്ക് ഇത്രമാത്രം സീറ്റുകൾ സാറ് പ്രഡിക്റ്റ് ചെയ്തിട്ടില്ല. ടുഡേസ് ചാണക്യ അതും കൂടി പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ബോധ്യമുള്ളത് 11 സീറ്റ് BJPക്ക്, 4 മുതൽ 11 സീറ്റ് BJPക്ക് ലഭിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ആ സീറ്റുകൾ ലഭിക്കുന്ന UDFന് അല്ലെങ്കിൽ LDFന് ആയിരിക്കില്ല യഥാർത്ഥത്തിൽ ഭരണം. താങ്കൾ പറഞ്ഞതിനോട് ആദ്യമേ എനിക്കൊരു വിയോജിപ്പുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ടുഡേസ് ചാണക്യയും എന്നെയുമായിട്ട് കൂട്ടിക്കെട്ടരുത്. അതെനിക്കൊരു അഭിമാനമല്ല, അതൊരു അപമാനമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞേക്കണത് 73-നും 78-നും ഇടക്കുള്ള സീറ്റുകൾ നേടി LDF അധികാരത്തിൽ വരുമെന്നാണ്. അത് പ്രവചിക്കാൻ ഇത്തിരി പണിയുണ്ട്. കാരണം അത് പ്രവചിക്കാൻ അല്പം ധൈര്യവും വേണം, അതുകൂടാതെ ഭയങ്കരമായിട്ടുള്ള വർക്കും വേണം. യഥാർത്ഥത്തിൽ ടുഡേസ് ചാണക്യ ചെയ്തേക്കണ അത്ര വലിയ വർക്കൊന്നുമില്ല. എന്താ കാര്യമെന്ന് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ തവണ അവർ കറക്റ്റാക്കിയതാണ് കേരളത്തെ കുറിച്ചുള്ളത്. നിരവധി സർവേകൾ ചിലത് കറക്റ്റാക്കിയിട്ട് ചിലത് തെറ്റി പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് ആർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. UDFന് 69 സീറ്റുകൾ ±9 എന്നാണ് ഇട്ടേക്കണം. UDFന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് 60 സീറ്റ് കിട്ടാം, അല്ലെങ്കിൽ 78 സീറ്റ് വരെ കിട്ടാം. അതൊരു വലിയ സ്പാനാണ്. ഏത് 18 സീറ്റിന്റെ സ്പാനാണ്. അപ്പൊ അത് ആർക്കും പറയാവുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ജയിക്കുകയും ചെയ്യാം, വേണമെങ്കിൽ തോക്കുകയും ചെയ്യാം. മനസ്സിലായി? എത്ര സൗകര്യമുണ്ട് നോക്കി. അതല്ല ഞാൻ ചെയ്തേക്കണത്. ഞാൻ ചെയ്തേക്കണ ഒരു റിസ്ക് എടുത്തു വെച്ചുകൊണ്ട് എന്റെ ഏറ്റവും പ്രോബബിൾ ആകാവുന്ന കാര്യം ഞാൻ എന്ത് ചെയ്തേക്കണേണ് പറഞ്ഞേക്കണേണ്. അതുകൊണ്ട് ഞാനത് തോറ്റാലും ജയിച്ചാലും ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതല്ല ഇവർ ചെയ്തേക്കണേ. ഇനി അടുത്തത് LDFന്റെ സീറ്റ് എങ്ങനെ അവർ പറഞ്ഞേക്കണേന്ന് അറിയോ? 64 ±9 ആണ്. അതായത് 64 ±9 എന്ന് പറയുമ്പോൾ 64-ൽ നിന്ന് 9 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്രയാവും? 55 ആവും. 55-ഉം പിന്നെ 73. അതായത് 55-ഉം 73 എന്ന് പറയുമ്പോൾ എത്രയാണ്? അവിടെയും 18 സീറ്റിന്റെ വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോക്കാൻ വേണമെങ്കിൽ ജയിക്കാം. നിങ്ങൾ ഒന്നിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, നിങ്ങൾ സേഫാണ്. മനസ്സിലായ? മഴ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ സേഫാണ്. ഇനി അടുത്തത് ആകെ ഇവർ റിസ്ക് എടുത്തേക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. അതിനെക്കുറിച്ചാണ് താങ്കളുടെ ചോദ്യം. അതിലേക്ക് വരാം. റിസ്ക് എടുത്തേക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ BJPക്ക് 7 സീറ്റുകൾ ±4 ആണ്. എന്ന് പറഞ്ഞാൽ 3 ആകാം 11 ആകാം. 3 ആകാം 11. അപ്പൊ 3 സീറ്റ് എന്തായാലും വേണം എന്നുള്ള കാര്യത്തിൽ ഒരു റിസ്ക് ഉണ്ട്. അത് പക്ഷെ എടുത്തേക്കണത് ഞാൻ വിചാരിക്കുന്നത് അവര് ടുഡേസ് ചാണക്യ ഇവിടെയുള്ള ഒരു പാർട്ടിക്ക് കോൺട്രാക്ട് കൊടുത്തതാണ് എന്നാണ് എന്റെ തോന്നൽ. ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, അത് ശരിയല്ലാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് അവരിവിടെ ഇരുന്ന് അന്ന് അനലൈസ് ചെയ്തപ്പോൾ അത് ഇവിടെയുള്ള പാർട്ടിക്കല്ല, കേരളത്തിലുള്ളവർക്കല്ല കോൺട്രാക്ട് കൊടുത്ത മറ്റേ പുറത്തുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ അവര് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം BJP ഒരു വലിയ പാർട്ടിയാണ്. അപ്പൊ BJPക്ക് സീറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ കുഴപ്പവും. ഈ 11-ഉം 3-ഉം അങ്ങനെ വന്നെന്ന് താങ്കൾക്കറിയാവും. അതാണ് ഏറ്റവും വലിയ തമാശ. അതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 2 സീറ്റുകൾ 3 സീറ്റുകൾ വരെ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് BJP അടുത്തേക്ക് എത്തിയിരുന്നു. അതിൽ കൃത്യമായിട്ട് 2 സീറ്റുകളിൽ ഭൂരിപക്ഷം ഉണ്ട്. എവിടെയൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് നേമത്തും, ഒന്ന് വട്ടിയൂർ കാവിലും. അപ്പൊ കൂടാതെ അവർ നോക്കിയപ്പോഴത്തേക്ക് പാലക്കാടും ഏതാണ്ട് ഈ പറഞ്ഞ പോലെ അടുത്തേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ 3 അതല്ല ഇത് പറഞ്ഞില്ല, അതാണ് 3 ആക്കിയത്. പിന്നെ മറ്റേത് എന്ത് ചെയ്യുന്നറിയാമോ? മറ്റത് 11 ഇട്ടില്ലെങ്കിൽ പ്രശ്നമെന്ന് വിചാരിച്ച എന്തുകൊണ്ടാന്ന് അറിയാമോ? ലോക്സഭയിൽ അവർ 11 സ്ഥലത്ത് 1-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അതില് മറ്റേ 6 എവിടെയാണ്? 6 തൃശ്ശൂരാണ്. അതിൽ ഒരെണ്ണത്തിൽ പോലും എത്തിയില്ല. മൂന്നാമത് തന്നെ ജയിക്കില്ല. ഒരെണ്ണത്തിൽ പോലും രണ്ടാമതും എത്താൻ സാധ്യതയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന 3ാമത് തന്നെ എത്തുള്ളൂ. അപ്പൊ താങ്കൾ പറയണ ഓക്കെ, ഒരെണ്ണത്തിൽ ഇനിയിപ്പോ വല്ല പത്മജ മത്സരിക്കുന്നതുകൊണ്ട് എത്തിയാലായി. പക്ഷെ ഞാൻ പറയണ ബാക്കിയുള്ള അപ്പൊ അതും പ്ലസ് എന്നാണ് ഈ 11-ഉം കൂടിയിട്ടൊക്കെ ഒരു കണക്ക് ഉണ്ടാക്കിയേക്കണേണ്. ഇത് കേട്ടിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-കാർ സന്തോഷിക്കേണ്ടതില്ല, കോൺഗ്രസ്സുകാർ സന്തോഷിക്കേണ്ടതില്ല. കാരണം അതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇതിൽ പണ്ട് മറ്റേ തിലകം പറഞ്ഞ പോലെ ഒരു തേർതലാകുമ്പോൾ ചിലർ ജയിക്കും, ചിലർ നോക്കുമല്ലോ. CPM-കാർക്ക് കുറച്ച് സന്തോഷിക്കാനില്ല. കാരണം കുറച്ച് സന്തോഷിക്കാം, അല്ലാതെ ബാക്കി ആരും ഇത് പറയാനുണ്ട്. അല്ല, ഈ 11 എന്ന് പറയുന്നത് നമുക്കറിയാം ഈ തൃശ്ശൂരിലെ ഇത് വെച്ചിട്ടാണല്ലോ ഇവർ ഈ 11 ഇട്ടിരിക്കുന്നത്. ഈ മണ്ഡലങ്ങൾ മൊത്തം വിജയിക്കാൻ പോകുന്ന CPM അല്ലേ തൃശ്ശൂർ നമ്മൾ. അല്ല, ഞാൻ പറയണത് CPM-കാർക്ക് ആദ്യം സന്തോഷിക്കാവുന്ന കാര്യം എന്താണെന്നറിയാം? ഒരൊറ്റ വലിയ സന്തോഷമുണ്ട്. കാരണം ഇന്ന് വരെ അവർ അധികാരത്തിലേക്ക് എത്തും 73 സീറ്റ് കിട്ടും എന്നുള്ളത് പോലും ആരും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരും 69 വെച്ച് ഇടിച്ച് നിർത്തിയായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, 1-2 പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ടുഡേസ് ചാണക്യ പറയുമ്പോൾ കുറച്ചുകൂടി അതിനൊരു ആധികാരികതയുണ്ട്. അപ്പൊ ടുഡേസ് ചാണക്യ 55 മുതൽ 73 വരെ കിട്ടാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ് ഇവർ പറഞ്ഞേക്കണത് എന്താണെന്നറിയോ? ഒന്നുകിൽ LDF ജയിക്കാം, അല്ലെങ്കിൽ UDF ജയിക്കാം. BJP എന്തായാലും ജയിക്കില്ല. BJPക്ക് കുറച്ച് സീറ്റ് കിട്ടുമെന്നാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എം സ്വരാജിന്റെ ഒരു വാക്കാണ് എനിക്ക് ഓർമ്മ. അതായത് ഇവിടെ വന്ന് ഈ പറയുന്ന പോലെ കേരളം മുഴുവൻ സർവേ നടത്തി 50 കോടി രൂപ മുടക്കിയിട്ട് സുനിൽ കനകോല് കണ്ടുപിടിച്ചത് ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ്.
ശരി, എന്തിനാണ് ഈ 50 കോടി രൂപ മുടക്കി 5 രൂപ മുടക്കി ചായ മേടിച്ചത് നമ്മൾ പറഞ്ഞു തരില്ല ഏതാണ്? അതാണ് സത്യം പറഞ്ഞ ഇതിനകത്തുള്ള കാര്യം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു റിസ്കൂല. പിന്നെ ആകെ റിസ്ക് ഉള്ളത് BJP-യുടെ കാര്യത്തിലാണ്. അതൊരൊറ്റ റിസ്കേ ഉള്ളൂ, 3 സീറ്റ് BJP കിട്ടാൻ. 20% വോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ടാണ്. 40% വോട്ടാണ് ആർക്ക് പറഞ്ഞേക്കണം? കോൺഗ്രസിന് പറഞ്ഞേക്കണം. അതുപോലെ 38% വോട്ടാണ് എന്ത് ചെയ്തേക്കണം, മറ്റേ ഇതിന് പറഞ്ഞേക്കണം. അതിലൊരു സന്തോഷം CPM-മാർക്ക് ഉണ്ടാവും. എന്താ വെച്ചാൽ അപ്പൊ തരംഗമില്ല, അപ്പൊ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഇല്ല, കൺസോളിഡേഷൻ വളരെ കുറവായിരിക്കും. പിന്നെ ഭരണവിരുദ്ധ വികാരവും ഇല്ല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു രസത്തിന് എന്ത് ചെയ്താൽ മതി. നമ്മളിപ്പോ ഫുട്ബോൾ മാച്ചൊക്കെ കാണുമല്ലോ, നമ്മൾ പോയി കളിക്കാൻ വേണ്ടിയല്ലോ. അല്ലെങ്കിൽ ആര് മരിച്ചാലും ആര് ജയിച്ചാലും, മരിച്ചാലും ആര് ജയിച്ചാലും തോറ്റാലും. ഈ ഫലം ശരിയാകുമെന്നുണ്ടെങ്കിൽ ഇതൊരു BJP-യുടെ ഒരു ആധിപത്യമായിരിക്കും അല്ലെ? ഫലം ശരിയാകുമെന്നുണ്ടെങ്കിൽ BJP-യുടെ ആധിപത്യമായിരിക്കും. പക്ഷെ ഫലം ശരിയാകുമെന്നുള്ളത് ഒരു 5 കിലോമീറ്റർ ദൂരെ പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. 11 സീറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ ആദ്യം സംഭവിക്കാൻ പോണത്, ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ റിസൾട്ട് വരുന്നതിന്റെ ദിവസം ഒരു 5 പേരെങ്കിലും കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖരന് ചുറ്റും നിർത്തിയിട്ടുണ്ടാവണമെന്നാണ്. കാരണം ആദ്യം ബോധം കിടുന്നത് അദ്ദേഹമായിരിക്കും. 11 സീറ്റ് കിട്ടിയാൽ അദ്ദേഹമായിരിക്കും ആദ്യം ബോധം കിടുന്നത്. കാരണം ഒന്നാമത്തെ അദ്ദേഹം പെൻസിലൊക്കെ കുത്തിയാണ്, പോക്കറ്റിൽ കുത്തിയാണ് നടക്കുന്നത്. നല്ല മറിഞ്ഞു വീണ നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ഒരു മനുഷ്യയാണ്. പെൻസിലൊന്നും എവിടെയും കുത്തിക്കയറുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് നമ്മൾ വളരെ കുഴപ്പമില്ലാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ചുറ്റും ആളെ നിർത്തണം. പിന്നെ രണ്ടാമത്തത്, ഇന്ന് തന്നെ BJP-ക്കാർ എറണാകുളത്തെ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. അതായത് ലഡു 2000 ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. എറണാകുളത്ത് എവിടെ ജയിക്കാനാണ്? അല്ല, എറണാകുളത്ത് ജയിക്കാനല്ല, കേരളത്തിൽ എവിടെയെങ്കിലും ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എറണാകുളത്ത് ജയിക്കാനാണെന്ന് അറിയില്ല. പക്ഷെ ഇതിന്റെ അടുത്ത തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലഡു BJP-ക്കാർ മേടിക്കാൻ സാധ്യതയുണ്ട് തോറ്റാൽ. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, V മുരളീധരനും K സുരേന്ദ്രനും ഒക്കെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇങ്ങനെ ഒരാളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് പെട്ടെന്ന് തങ്ങളുടെ തലക്ക് മുകളിലേക്ക് വെച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം ഇതെങ്ങനെയെങ്കിലും പരാജയപ്പെട്ടാൽ ഇവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖർ പോവുകയും പിന്നീട് സ്വാഭാവികമായിട്ടും ഇവിടെ വിലസാവുന്ന ഒരു അവസരം ഉണ്ടാവുകയും പദവി നഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. വലിയ ചാൻസ് ഉണ്ട്. BJP സംബന്ധിച്ച് കോർപ്പറേറ്റ് ജീവിതത്തിലേക്ക് മടങ്ങാം ഉടനെ. അല്ല, അദ്ദേഹത്തിന് ലാഭോതായിരിക്കും. ഇവിടെ വന്ന് നിന്ന് ഈ കഷ്ടപ്പാടൊന്നും സഹിക്കേണ്ട കാര്യമില്ല. അവിടെ ജൂപ്പിറ്റർ ക്യാപിറ്റലൊക്കെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടായാലും നല്ല വരുമാനം കിട്ടും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം പവർ ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന് അവിടെയും ചെറിയ സ്ഥാനങ്ങളൊക്കെ എന്ത് ചെയ്തേക്കും, കിട്ടിയേക്കും. അദ്ദേഹം യഥാർത്ഥത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് MP ആയിട്ട് മത്സരിക്കണം എന്ന് ഉദ്ദേശിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ അവിടെ അദ്ദേഹത്തിന് കിട്ടാതെ ഗവൺമെന്റ് അവർ കൃത്യമായിട്ടൊരു മിഷൻ കൊടുത്താണ്. പിന്നെ BJP-ക്ക് ഇവിടെ ഒരു അത്തരത്തിൽ കരിസ്മയുള്ള ഒരു നേതാവില്ല. അപ്പൊ നേതാവിനെ സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചതാണ്. അതിപ്പോ ഏതാണ്ട് നടക്കൂലെന്ന് BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിനൊക്കെ ബോധ്യമായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, BJP-യുടെ പഴയ നേതാക്കന്മാരൊക്കെ ഇത് എങ്ങനെ സഹിക്കുമെന്ന്. അതായത് അവരൊരു പഴയ, താങ്കൾ ചെന്നിട്ടുണ്ടോ മാരാർജി പോലില്? ഞാൻ ചെന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ എനിക്കറിയാം, ഒരു സാധാരണ വീട് പോലെയുള്ള സ്ഥലത്ത് ഒരു പഴയ ഓഫീസിൽ അവിടെ കുത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു പാവ K സുരേന്ദ്രനൊക്കെ. അപ്പൊ K സുരേന്ദ്രനൊക്കെ പണം പിരിച്ച് അധ്വാനിച്ച് ഒരു ഓഫീസ് അവിടെ ബിൽഡ് ചെയ്ത്, ഒരു ഗംഭീര ഓഫീസും ബിൽഡ് ചെയ്ത്, AC എയർ കണ്ടീഷനും വലിയ സൗകര്യങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ വേറെ പുതിയ പ്രസിഡന്റ് തന്നെ. പിന്നെ ആ ഓഫീസിനകത്തേക്ക് K സുരേന്ദ്രൻ കയറിയിട്ടുണ്ടാന്ന് പോലും എനിക്ക് സംശയമുണ്ട്. വലിയ യോഗത്തിനും ചെന്നിട്ടുള്ളതായിരിക്കും. മനസ്സിലായി? അപ്പൊ ഇത്തരത്തിൽ ആളുകൾ മുന്നേ ഏത് തലക്ക് മോളിൽ കൂടെ, അതും കൂടെ വർക്ക് ചെയ്തിരുന്നൊരുത്തം പോയി ഇരിക്കണേന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും സഹിക്കാം. ഇനി അത് വന്നിരിക്കുമ്പോഴുള്ള അടുത്ത സിറ്റുവേഷൻ താങ്കൾക്ക് എന്താണെന്നറിയോ? നേരത്തെ ഉണ്ടായിരുന്ന BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ചെലവിന്റെ 5 ഇരട്ടിയാണ് ഇപ്പോഴുള്ള ചെലവ്, പണത്തിന്റെ ചെലവ്. മനസ്സിലായി? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ സന്തോഷമായിട്ട് ബാക്കിയുള്ള നേതാക്കന്മാർക്കൊക്കെ എടുക്കാൻ പറ്റുമോ? കഴിയില്ല. മനസ്സിലായി? ഇത് അപ്പൊ പിന്നൊക്കെ തന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ടിട്ട് PK കൃഷ്ണദാസ് വിഭാഗവും ബാക്കിയുള്ളതൊക്കെ ഇയാളോടൊപ്പം നിൽക്കുന്നു. പക്ഷെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വിഭാഗം ഏതാന്ന് വെച്ചാൽ ഇപ്പോഴും V മുരളീധരനും ഇദ്ദേഹമൊക്കെ തന്നെയാണ്. മനസ്സിലായ? K സുരേന്ദ്രനൊക്കെ തന്നെയാണ്. ജില്ലാ പ്രസിഡന്റുമാരുണ്ട് 30ഓളം പേര്. ഈ 30ഓളം പേർക്കൊന്നും വലിയ റോള പാർട്ടിയിൽ ഇല്ല പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ ഇനി പറയുന്നില്ല, കാരണം പറഞ്ഞാൽ കുറച്ചുകൂടി മോശമാവും. അപ്പൊ അതുകൊണ്ട് വേണ്ട. പക്ഷെ പ്രധാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരൻ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അദ്ദേഹം വളരെ മെറ്റിക്കുലസ് ആയി പ്ലാൻ ചെയ്യുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തെ പോലെ ആൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേരള പൊളിറ്റിക്സ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പലപ്പോഴും കൃത്യമായ പ്രതികരണങ്ങൾ ഉണ്ടാവാറില്ല, കൃത്യമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാറില്ല, സമരങ്ങൾ ഉണ്ടാവാറില്ല. ഇതിന്റെ ഒന്നും രീതിയിലല്ല. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എൻ്റയർലി ഡിഫറെന്റ് ആണ്. അതിന്റെ കാര്യം എന്താ വെച്ചാൽ, കർണാടകത്തിൽ അങ്ങനെയാണ്. ആകെ 3 മാസത്തേക്ക് തെരഞ്ഞെടുപ്പുള്ളൂ. അത് കഴിഞ്ഞ് അവരെല്ലാവരും ഒന്നാണ്. അപ്പൊ ആ ലെവലിലല്ല ഇവിടെയുള്ള കേരളത്തിലെ പൊളിറ്റിക്സ് ആളുകൾ കാണുന്നത്. ഇപ്പൊ K സുരേന്ദ്രനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓർക്കുണ്ടാവും എന്തോരം പത്രസമ്മേളനങ്ങൾ നടത്തിയേക്കണം എന്ന് വെച്ചാൽ ഇല്ലാത്ത ആരോപണങ്ങളാണ്.
മുഴുവൻ ഉണ്ടയില്ലാത്ത പെടിയാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു ഒരുപാട് പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു ഇമേജ് ഉണ്ടാക്കാനും കൃത്യമായിട്ട് ഒരു ആളുകളുടെ മനസ്സിലേക്ക് എത്താനും ഒക്കെ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിരുന്ന ശബരിമലയിലെ പ്രകടനമൊക്കെ. ആ ശബരിമലയിലെ പ്രകടനമൊക്കെ തന്നെ മനസ്സിലായി. അപ്പൊ അതൊക്കെ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് ആണ് കേരളത്തിലുള്ളത്. ഇദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു സീറ്റ് പോലും നേടാനായില്ലെന്ന് പറയുന്നതാണ്. ഒരു സീറ്റ് നേടിയില്ലെങ്കിൽ പോലും പ്രശ്നമുണ്ട്. രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന് ഞാൻ വിചാരിക്കുന്നത്, ഒന്ന് നേമത്ത് അദ്ദേഹം ജയിച്ചാൽ പിന്നെ ഇവിടെ തന്നെ നിൽക്കാം. കാരണം എന്ന് വെച്ചാൽ ഒരു MLA ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ കഴിയില്ല. പിന്നെ അത് മാത്രമല്ല, അത് BJPക്ക് ആഘോഷിക്കാൻ കഴിയുന്ന ഒരു വിജയം ആണ്. ഇനി അതല്ലെങ്കിൽ ഒരു 2, 3, 4, 5 സീറ്റുകൾ ഇദ്ദേഹം ജയിച്ചില്ലെങ്കിൽ വേറെ ജയിച്ചാൽ മതി. ഇനി അതുമല്ലെങ്കിൽ, ഞാൻ പറഞ്ഞ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന് പിടിച്ചേക്കാം. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരു 19-20% വോട്ട് വർദ്ധിപ്പിക്കണം. പക്ഷെ 20% വോട്ട് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2-3 പേരെങ്കിലും എന്ത് ചെയ്യണം, ജയിക്കണം. അപ്പൊ ആ 20-25%, 25% അവർ സ്വപ്നമാണ്. അപ്പൊ അത് വർദ്ധിപ്പിച്ചേക്കും. ഇതൊന്നും സംഭവിക്കാതെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, മിക്കവാറും വോട്ട് പെർസെന്റേജ് കുറഞ്ഞാൽ പ്ലസ് ആരും ജയിക്കുക കൂടി ചെയ്തില്ലെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞു പോകാം. പിന്നെ പെട്ടി എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്യാം. പിന്നെ പാക്ക് ചെയ്ത് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് മനസ്സമാധാനം, ബാക്കിയുള്ളവർക്കും മനസ്സമാധാനം. പിന്നെ ആര് വരും എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നാൽ കാണാൻ കഴിയും.